ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മദ്യപിച്ച് ലെക്ക് കെട്ടുന്ന സുധീഷ് രാത്രി നിധിയുടെ റൂമിൽ കയറി കിടക്കുകയും ഭർത്താവ് എന്ന അധികാരത്തോടുകൂടി നിധിയോട് പെരുമാറുകയുമാണ്. നിധി ബഹളം വെച്ച് സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും വിളിച്ചുണർത്തുകയും അവർ സുധീഷിനെ റൂമിൽ നിന്നും പുറത്താക്കുകയുമാണ്. രാവിലെ ഓഫീസിലേക്ക് പോയ നിധി ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടുകൂടി കിളിക്കൂട്ടിൽ നിന്നും ഹോസ്റ്റലിലേക്ക് മാറി താമസിക്കാനായി തീരുമാനിക്കുകയാണ്. സുഭാഷ് നിധിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. പിന്നീട് ഭാസ്കരന്റെ വാക്കുകൾ കേട്ടാണ് സുധീഷ് അങ്ങനെ പെരുമാറിയതെന്ന് നിധി മനസ്സിലാക്കുന്നു. നിധി സുധീഷിനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഭാസ്കരൻ സുധീഷിന് പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരുന്നു അത്. ഇക്കാര്യം ഭാസ്കരൻ തന്നെ നിധിയോട് തുറന്നു പറയുകയും ക്ഷമ പറയുകയുമാണ്. തുടർന്ന് നികേഷിന് പനിയാണെന്നറിഞ്ഞ് നിധി കിളിക്കൂട്ടിലേക്ക് തിരിച്ചു വരികയും സുധീഷ് നിധിയോട് മാപ്പ് അപേക്ഷിക്കുകയുമാണ്. ശേഷം എല്ലാവരുടെയും വാക്കുകൾ കേട്ട് ഹോസ്റ്റലിൽ നിന്നും നിധി കിളിക്കൂട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നു. രാവിലെ ഹരീഷും നിധിയും നികേഷും എല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ച് കുറച്ച് ഇരിക്കുകയാണ് സുധീഷ്. എനിക്ക് പനി ആയതുകൊണ്ടാ ഏട്ടത്തി തിരിച്ചു വന്നതെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിനക്ക് പനി ആയതുകൊണ്ടൊന്നും അല്ല, എനിക്കറിയാമായിരുന്നു നിധി തിരിച്ചു വരുമെന്ന്. അതെങ്ങനെ അറിയാമായിരുന്നു എന്ന് നിധി ചോദിക്കുമ്പോൾ, എന്നോട് ദേഷ്യപ്പെട്ട് ഈ വീട്ടിൽ നിന്നും നിധി ഇറങ്ങിപ്പോയെങ്കിലും കഴുത്തിലുള്ള താലി നിധി ഇതുവരെ അഴിച്ചു വെച്ചിട്ടില്ല. അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നടാ നിധി എന്നെ വിട്ട് എങ്ങും പോകില്ലാന്ന്. നിധിക്കും ഈ വീടുമായി ഒരു ബന്ധമുണ്ട്. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണെങ്കിൽ താലി ഊരി വെച്ചിട്ടല്ലേ പോകുകയുള്ളൂ. പക്ഷെ നിധി താലി ഊരി വെച്ചില്ല. അപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു നിധി തിരിച്ചു വരുമെന്ന്. ഇത് കേട്ട് നിധി തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, നിധി ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിധിയുടെ കഴുത്തിൽ ഈ താലി ഉള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ താമസിക്കണമെന്ന് നിധിക്ക് തോന്നില്ലേ? അതുകൊണ്ടല്ലേ തിരിച്ചു വന്നത്? അങ്ങനെയാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ നിധി താലി അഴിച്ചില്ലല്ലോ. ഐ ലൈക്ക് ദാറ്റ്. നിധി തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് തന്നെ നോക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും ടെൻഷനോടുകൂടി നിധിയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് നിധി സുധീഷ് കെട്ടിയ താലി അടിക്കുകയാണ്. ഇത് കണ്ടു ഞെട്ടി എല്ലാവരും നിധിയെ നോക്കുന്നു. സുധീഷ് വിശ്വസിക്കാനാകാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിധി താലിമാലയുമായി സുധീഷിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഹരീഷ് മനസ്സിൽ പറയുന്നു, ഈ സുധീഷേട്ടനൊന്ന് അടങ്ങിയിരുന്നൂടെ? എന്തിനാ വെറുതെ സംസാരിച്ച് വഷളാക്കിയത്? സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് താലി നീട്ടിക്കൊണ്ട് നിധി പറയുന്നു, ഇതാ സുധീഷ്, ഈ താലിമാല സുധീഷിന്റെ വീട്ടിലല്ലേ, സുധീഷിന്റെ അമ്മയുടെ, സൂക്ഷിച്ചു വെച്ചോ. സുധീഷ് ടെൻഷനോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുധീഷിന്റെ കയ്യിൽ പിടിച്ച് ആ താലി സുധീഷിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ ഇത്? പെട്ടെന്ന് എന്തിനാ ഈ താലിമാല ഊരി എന്റെ കൈ തന്നത്? അപ്പോൾ നിധി പറയുകയാണ്, ഈ താലിമാലയുടെ കാര്യം പറഞ്ഞല്ലേ സുധീഷ് ഇത്രയും നേരം ലെക്ചർ അടിച്ചത്? സുധീഷ് പറഞ്ഞ റീസൺ കൊണ്ടൊന്നുമല്ല ഞാൻ ഈ താലിമാല കഴുത്തിലിട്ടുകൊണ്ട് നടന്നത്. എന്റെ കഴുത്തിൽ ഇത് നല്ല ഡിസൈൻ ഉള്ളൊരു ചെയിൻ മാത്രമായിരുന്നു. ഇതൊരു താലിയാണെന്നുള്ള ചിന്തയിലൊന്നുമല്ല ഞാൻ ഇത്രയും നാളും കഴുത്തിലിട്ടുകൊണ്ട് നടന്നത്. ഇനി ഇത് സുധീഷ് സൂക്ഷിച്ചോ. പിന്നെ ഇത് ഗോൾഡ് ആണ്, സൂക്ഷിച്ചു വെക്കണം. അവിടെ എവിടെയും കൊണ്ടിട്ട് കളയരുത്. മനസ്സിലായോ എന്ന് ചോദിച്ച് നിധി അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി 10-12 ദിവസത്തിനുള്ളിൽ ബാത്റൂമിന്റെ പണി കഴിയും. അതുവരെ ഏട്ടത്തി ഈ ബാത്റൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്. ഓക്കേടാ നികേഷ് എന്ന് പറഞ്ഞ് നിധി ബാത്റൂമിലേക്ക് പോവുകയാണ്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, സുധീഷ് അവള് താലി അഴിച്ച് എന്റെ കൈ തന്നിട്ട് പോയപ്പോൾ നിനക്ക് ബാത്റൂമിനെ പറ്റി പറയുന്നതാണോ പ്രധാന കാര്യം? സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് നിന്റെ നാവ് വെറുതെ ഇരിക്കില്ലേ? അവ ഹരീഷ് പറയുകയാണ്, അതെ സുഭാഷ് ഏട്ടാ, ഏട്ടത്തിയുടെ കാര്യം നോക്കി ജീവിക്കുകയായിരുന്നു. വെറുതെ താലി എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് ഏട്ടത്തി ഇപ്പം താലി അഴിച്ചു തന്നില്ലേ, സൂക്ഷിച്ചു വെച്ചോ. സുധീഷ് പറയുകയാണ്, അവളിങ്ങനെ അഴിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലടാ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? താലി എന്റെ കയ്യിൽ തന്നപ്പോൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താ? തിരിച്ചു വന്നാ ഇത് വാങ്ങിക്കുമെന്നല്ലേ? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അങ്ങനെയല്ല, സ്വർണ്ണ ചെയിന വീട്ടിൽ തുലക്കരുതെന്ന് കരുതി പറഞ്ഞതാ. നമ്മുടെ അമ്മയുടെ താലിമാലയല്ലേ, അത് സൂക്ഷിച്ചു വെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എടാ ഇതൊന്നും അവള് പറഞ്ഞേയില്ലല്ലോ, നീ വെറുതെ ഓരോന്ന് പറയല്ലേ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി ആ അർത്ഥത്തിൽ തന്നെയാ പറഞ്ഞത്, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. അപ്പൊ സുധീഷ് പറയുകയാണ്, ഇത് നമ്പർ 1 ദ്രോഹികളുടെ കുടുംബമാടാ. എന്നെ പറ്റി നിങ്ങൾക്കാർക്കും ഒരു ചിന്തയില്ല. അവള് താലി അഴിച്ച് എന്റെ കൈ തന്നിട്ട് പോകുന്നു. ആരെങ്കിലും ഒരാളൊന്ന് തടഞ്ഞോ അവളെ. ഇത് കേട്ട നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ ഞാനും ഭയന്നു പോയി. അപ്പോൾ സുധീഷ് പറയുകയാണ്, പറയടാ നികേഷ്, നീ മാത്രം എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, അതല്ല സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ പറയുന്നത് കേട്ട് വീണ്ടും ഏട്ടത്തി ഇറങ്ങി പോകുമെന്ന് ഞാൻ പേടിച്ചു. ഭാഗ്യം കൊണ്ട് ഏട്ടത്തി അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, അതേടാ നിനക്ക് നിന്റെ സുധീഷ് ഏട്ടന്റെ ജീവിതത്തെ കുറിച്ചൊന്നും ചിന്തയില്ലല്ലോ. സുഭാഷ് ഏട്ടന് പോലും എന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ചിന്തയില്ലല്ലോ. ഇങ്ങനെ നട്ടുവെച്ച മരം പോലെ നിൽക്കുകയാ. ഞാൻ എന്ത് ചെയ്യാനാടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഓ അടുക്കളയിലേക്ക് പോയി ദോശ ഉണ്ടാക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ അവള് താലി അഴിച്ച് എന്റെ കൈ തന്നപ്പോൾ ഞാൻ എന്തുമാത്രം ഫീൽ ചെയ്യുന്നുണ്ടെന്ന്? അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ വെറുതെ ഓരോന്ന് സംസാരിക്കാതെ അടങ്ങിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എന്നെ കുറ്റപ്പെടുത്തിക്കോടാ. നിങ്ങൾ എഴുതി വെച്ചോ, അധികം വൈകാതെ തന്നെ അവൾ എന്റെ അരികിൽ വന്ന് പറയും ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിത്തരാൻ. അന്ന് നിങ്ങളെല്ലാവരെയും ഞാനൊന്ന്
കാണുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങിയ സുധീഷ് ആ താലിയിലേക്ക് നോക്കി വിഷമത്തോടു കൂടി ഓർക്കുകയാണ് നിധി ആ താലിമാലയൂരി സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തത്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, താലി അഴിച്ചു തന്ന പിന്നെ എല്ലാം അവസാനിച്ചു എന്നാണോ അർത്ഥം? ഒന്നും അവസാനിച്ചിട്ടില്ല. നിധി ഈ താലി അണിയുന്നത് വരെ എന്റെ കഴുത്തിൽ കിടക്കട്ടെ. അങ്ങനെ സുധീഷ് തന്റെ കഴുത്തിലേക്ക് ആ താലിമാല ഇട്ട് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് വളരെ വിഷമത്തോടുകൂടി തോമസ് ഏട്ടൻ അരികിലേക്ക് വന്നിരിക്കുകയാണ് സുധീഷ്. തോമസ് ഏട്ടൻ കാര്യം അന്വേഷിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടൻ ആദ്യം എനിക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണം. ഈ താലിയില്ലേ, ആ താലിയുടെ പ്രാധാന്യം എന്താ? ഇതിട്ട് തോമസ് ഏട്ടൻ പറയുകയാണ്, എടാ താലി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. താലി ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് ശരിയാ, താലി ഇല്ലാതെ കല്യാണം നടക്കില്ലല്ലോ. ഈ താലിക്ക് സ്ത്രീകൾ കൊടുക്കുന്ന മതിപ്പെന്താ? തോമസ് ഏട്ടൻ പറയുകയാണ്, എടാ എന്റെ അമ്മയൊക്കെ താലിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അമ്മയുടെ താലിയുടെ കൊളുത്ത് ചെറുതായിട്ടൊന്ന് മാറിയിരുന്നപ്പോൾ അമ്മ ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി. എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുവോ? താലി നഷ്ടപ്പെട്ടാൽ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കാന്നാണ് അവരുടെ വിശ്വാസം. ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ ചിന്തിക്കാറുണ്ടല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് തോമസ് ഏട്ടൻ. സുധീഷ് പറയുകയാണ്, എനിക്കിതിനെ കുറിച്ച് കൂടുതലായി ഒന്നും അറിയില്ല. പക്ഷേ താലിക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഈ സിനിമയിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തോമസ് ഏട്ടൻ അറിയോ, അങ്ങനെയുള്ള ഒരു താലിയാണ് എന്റെ ഭാര്യ പെട്ടെന്ന് അഴിച്ച് എന്റെ കയ്യിൽ തന്നത്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ തോമസ് ഏട്ടാ, പെട്ടെന്ന് താലി അഴിച്ച് എന്റെ കയ്യിൽ തന്നിട്ട് അവളൊരു പോക്കങ്ങ് പോയി. അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, എന്നും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ തോമസ് ഏട്ടാ, എങ്കിലും താലി അഴിച്ച് തന്നിട്ട് പോയത് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഇത് കേട്ട് തോമസ് ഏട്ടൻ ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുകയാണ്, എന്റെ ഈ ട്രാജഡി സ്റ്റോറി കേട്ട് തോമസ് ഏട്ടൻ ചിരിക്കുകയാണോ? അപ്പോൾ തോമസ് ഏട്ടൻ പറയുന്നത്, ചിരിക്കാതെ പിന്നെ ഞാൻ എന്ത് വേണം? നിനക്കൊരു കാര്യം അറിയുമോ? ഞാനും എന്റെ ഭാര്യയും കൂടി വഴക്ക് കൂടിയാൽ ആദ്യം അവൾ എന്താ ചെയ്യുന്നതെന്ന്? ആ താലി ഊരി എന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. സ്വർണ്ണം ആയതുകൊണ്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് അവൾ എന്നോട് പറയും. അതുകൊണ്ട് ഞാൻ എന്റെ കഴുത്തിലണിഞ്ഞാ നടക്കുന്നത്. താലി എന്റെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ഒരു സെൽഫി എടുത്ത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് അയച്ചു. അപ്പോഴേ അവൾക്ക് സമാധാനമായി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്റെ അരികിൽ വന്നിരുന്ന് പഴയതുപോലെ സംസാരിക്കാൻ തുടങ്ങി. എതിയിട്ട് സുധീഷ് ചോദിക്കാണ്, തോമസ് ഏട്ടൻ പറയുന്നത് സത്യമാണോ? ഇടയ്ക്കിടയ്ക്ക് താലി അഴിക്കാറുണ്ടോ? തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? താലി തൊട്ട് തൊടുത്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളൊക്കെ എന്റെ അമ്മയുടെ കാലത്തായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളൊന്നുമില്ല. നീ വേണമെങ്കിൽ റോഡിലേക്ക് ചെന്ന് നോക്ക്, എത്ര സ്ത്രീകളുടെ കഴുത്തില് താലി ഉണ്ടെന്ന്. എടാ ഇപ്പം കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളൊന്നും താലി അണിഞ്ഞുകൊണ്ടല്ല നടക്കുന്നത്. അങ്ങനെ തോമസ് ഏട്ടൻ സുധീഷിനെ സമാധാനിപ്പിക്കുകയാണ്. ട്രാവൽസിൽ ജോലി ചെയ്യുന്ന രണ്ട് സ്ത്രീകളെ അരികിലേക്ക് വിളിക്കുകയാണ് തോമസ് ഏട്ടൻ. അതിൽ ഒരാളോട് തോമസ് ഏട്ടൻ ചോദിക്കുന്നു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 വർഷമായി എന്ന് അവർ പറയുമ്പോൾ തോമസ് ഏട്ടൻ ചോദിക്കുകയാണ്, കഴുത്തിൽ താലിയുണ്ടോ? ആ സ്ത്രീ പറയുന്നു, താലിയോ? അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടി, അയാൾ തന്നെ അത് അഴിച്ചു കൊണ്ടുപോയി പണയം വെച്ചു. പിന്നെ എങ്ങനെയാണ് സാർ എന്റെ കഴുത്തിൽ താലി കാണുക? ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നു, ശരി നിങ്ങളുടെ കഴുത്തിൽ താലി ഉണ്ടോ? അവർ പറയുന്നു, താലി ഉണ്ട് സർ. എപ്പോഴും താലി കഴുത്തിൽ അണിയുമോ എന്നാ തോമസ് ഏട്ടൻ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഇല്ല, വീട്ടിൽ ചെന്ന ഉടനെ ഞാനത് അഴിച്ചു വെക്കും. പുറത്ത് എവിടെയെങ്കിലും മോഡേൺ ഡ്രസ് ഇട്ട് പോയാൽ അതിന്റെ കൂടെ താലി സെറ്റ് ആകില്ല. അപ്പോഴെല്ലാം താലി ഊരി വെച്ചിട്ടാ പോകുന്നത്. ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നു, ശരി, നല്ലത്, നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്തോ. സുധീഷ് ചോദിക്കുന്നു, അപ്പോ താലി ആരും കഴുത്തിലിടാറില്ലേ? തോമസ് ഏട്ടൻ പറയുകയാണ്, എടാ ഈ വലിയ വലിയ സിനിമാ നടികൾ നാട് മുഴുവൻ വിളിച്ച് കല്യാണം നടത്തുന്നില്ലേ? കല്യാണത്തിന് ശേഷം ഒരു ദിവസമെങ്കിലും അവരുടെ കഴുത്തിൽ താലി കണ്ടിട്ടുണ്ടോ? വെറും കഴുത്തുമായിട്ടാ അവര് നടക്കുന്നത്. ചോദിച്ചാ പറയും ഇതാ സ്റ്റൈലെന്ന്. ഇതെല്ലാം കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, അപ്പൊ ഈ താലിയൊന്നും വലിയ സെന്റിമെന്റ്സ് ഉള്ള കാര്യമല്ല അല്ലേ? എനിക്കെന്തോ എന്നെ അവള് വലിച്ചെറിഞ്ഞതുപോലെയുള്ള ഫീൽ ആയിപ്പോയി. തോമസ് ഏട്ടൻ പറയുന്നു, സുധീഷേ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്ത്രീകളിൽ പകുതി പേരും താലിയും സിന്ദൂരവും ഒന്നും അണിയാറില്ല. അതിന്റെ അർത്ഥം അവരവരുടെ ഭർത്താവിനെ വലിച്ചെറിഞ്ഞു എന്നല്ല. നിന്റെ ഭാര്യയും അതേപോലെ കുറച്ച് മോഡേൺ ആയെന്ന് വിചാരിച്ചാ മതി. തുടർന്ന് ജോലി കഴിഞ്ഞു വരുന്ന നിധിയെ കാത്തു നിൽക്കുകയാണ് സുധീഷ്. നിധി വരാനുള്ള സമയമായല്ലോ, ഇതുവരെ കാണുന്നില്ലല്ലോ എന്ന് പറയാ സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി ആ വഴി നടന്നു വരികയാണ്. നിധിയെ കണ്ട് സന്തോഷത്തോടു കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ നേരെ നടന്നു ചെല്ലുകയാണ്. സുധീഷിനെ ശ്രദ്ധിക്കാത്ത രീതിയിൽ മുന്നോട്ട് നടന്നു പോവുകയാണ് നിധി. എന്താ ഇവള് കാണാത്ത ഭാവത്തിൽ പോകുന്നതെന്ന് പറഞ്ഞ് സുധീഷ് നിധിയുടെ പിന്നാലെ പോവുകയാണ്. മുന്നിലേക്ക് കാറിന്റെ കീ ഇടുമ്പോൾ നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. റോഡിൽ നിന്നും കാറിന്റെ കീ എടുത്തുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, ആഹാ, നിധിയോ? നിധി എന്താ ഈ വഴി? ഓ, നിധിയുടെ ഓഫീസ് ഈ വഴിയിലാണല്ലോ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഓഫീസിൽ നിന്നും വരുവാണല്ലേ? ഇത്ര പെട്ടെന്ന് ഈവനിങ് ആയോ? സമയം നോക്കിയതേ ഇല്ല. നിധിയെ പോലെ ശ്രദ്ധിക്കാതെ ഞാൻ മുന്നോട്ട് നടന്നു പോവുകയായിരുന്നു. നിധി തന്നെയല്ലേ നടന്നു വന്നത്? ഞാനും നിധിക്ക് കമ്പനിക്ക് കൂടെ നടന്നു വരാം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, ഹലോ, ഒരുപാട് സീൻ ഉണ്ടാക്കണ്ട. സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി ഇത്? ഞാൻ നിധിയോട് സംസാരിക്കണമെന്ന് കരുതി വന്നതുപോലെയാണല്ലോ നിധി സംസാരിക്കുന്നത്. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ സുധീഷിനോട് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ആകാംക്ഷയോടുകൂടി സുധീഷ് ചോദിക്കുന്നു, എന്നോടോ? എന്താ നിധിക്ക് സംസാരിക്കാനുള്ളത്? എന്താ സംസാരിക്കാനുള്ളത്? നമുക്ക് സംസാരിക്കാമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാകില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിച്ചാലോ? സുധീഷ് പറയുകയാണ്, അതിനെന്താ? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് എന്തോ
ജോലിയുമായി ബന്ധപ്പെട്ട് പോവുകയല്ലായിരുന്നോ? എന്നെ പോലെ ശ്രദ്ധിച്ചില്ലായിരുന്നല്ലോ. ജോലിക്ക് പോകണ്ടേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അതൊക്കെ പിന്നെ നോക്കാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിധി പറയുന്നു, സുധീഷിന് ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാ മതി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എനിക്ക് ജോലിയൊന്നുമില്ല നിധി, നമുക്ക് സംസാരിക്കാം. ശരി വാന്ന് പറഞ്ഞ് നിധി സുധീഷിനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ്. തുടർന്ന് നിധി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ് മനസ്സിൽ പറയുന്നു, മനസ്സിലായി, താലി അഴിച്ചു തന്നുപോയി, അത് തിരിച്ചു വേണമെന്ന് ചോദിക്കാനായിരിക്കും. ചോദിക്ക്. അങ്ങനെ സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി നിധി, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചാൽ തരുമോന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, താലിയല്ലേ ചോദിക്കാൻ പോകുന്നത്, ചോദിക്ക്. അങ്ങനെ പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, എന്താ നിധി ഇത്, എന്താണെങ്കിലും നിധി ചോദിക്ക്. അപ്പോൾ മടിയോടുകൂടി നിധി ചോദിക്കുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണം. ഞെട്ടി സുധീഷ് പറയുന്നു, മനസ്സിലായില്ല. അപ്പൊ നിധി പറയുകയാണ്, സുധീഷിന് ഇത് ഷോക്കാവുന്ന കാര്യമൊന്നും അല്ലല്ലോ, നമ്മൾ നേരത്തെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡിവോഴ്സിനായി നമ്മൾ അഡ്വക്കേറ്റിനെ പോയി കണ്ടതുവാ, അത് നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചതല്ലേന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അന്ന് എന്റെ കയ്യിൽ ID പ്രൂഫ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അതെല്ലാം ഉണ്ടല്ലോ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, നിധി ഇപ്പൊ ID പ്രൂഫ് എല്ലാം ഉള്ളത് കൊണ്ട് ഉടനെ ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടോ? അപ്പൊ നിധി പറയുകയാണ്, അതല്ല സുധീഷ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ ഡിവോഴ്സ് നടന്നാലേ ശരിയാകൂന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് എന്ത് വലിയ കാര്യം ഇവിടെ നടന്നതെന്നാ സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, സുധീഷ് എന്താ ഇത്ര ടെൻഷനായിട്ട് സംസാരിക്കുന്നത്? നമ്മുടെ കല്യാണം ശരിക്കുള്ള കല്യാണം അല്ലായിരുന്നല്ലോ, പിന്നെന്തിനാ ഡിവോഴ്സ് വാങ്ങാൻ ഇത്ര ആലോചിക്കുന്നത്? അന്ന് സൂര്യയുമായുള്ള കല്യാണം മുടക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതെ നമ്മൾ കല്യാണം കഴിച്ചതല്ലേ. ഇപ്പൊ പോലും അതോർക്കുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നുന്നു. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന സുധീഷ് അതിൽ പെട്ടുപോവുകയല്ലായിരുന്നു. നമ്മുടെ കല്യാണം യഥാർത്ഥത്തിൽ നടന്നതല്ലെന്ന് എനിക്കും സുധീഷിനും അറിയാം. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ നമ്മള് ഭാര്യയും ഭർത്താവുമാ. അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാ സുധീഷ് എന്നോടെന്താ മോശമായി പെരുമാറിയത്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി അങ്ങനെയല്ല, അന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റാ. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ അതിനുവേണ്ടി നിധിയോട് മാപ്പ് പറയാം. അപ്പൊ നിധി പറയുന്നു, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല സുധീഷ്, ഇതാ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ താലി അഴിച്ച് സുധീഷിന്റെ കയ്യിൽ തന്നു. ഇനി നമ്മുടെ ഇടയിലൊരു റിലേഷൻ വേണ്ട, ഡിവോഴ്സ് ആകുന്നതാ നല്ലത്. എനിക്ക് സുധീഷിനോട് അങ്ങനെയുള്ള ഒരടുപ്പവും ഇല്ല, സുധീഷിനും അങ്ങനെ എന്നോട് അടുപ്പമില്ലാന്ന് എനിക്കറിയാം. പിന്നെന്തിനാ ഇത്ര ആലോചിക്കുന്നത്? നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് നടന്നാൽ സുധീഷിന്റെ വീട്ടില് ഞാൻ കുറച്ച് ഫ്രീ ആകും. സുധീഷിന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം. ഇതിനെ കുറിച്ചായിരുന്നു എനിക്ക് സുധീഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നത്. നമുക്ക് പോയി അഡ്വക്കേറ്റിനെ കണ്ടാലോ? ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുകയാണ്, പോകാം. ഓക്കെ എന്ന് പറഞ്ഞ് നിധി ജ്യൂസ് കുടിക്കുമ്പോൾ വിഷമത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്ത് ചെയ്താലും അവസാനം ഡിവോഴ്സിനാ വന്നു നിൽക്കുന്നത്. എനിക്ക് ഇവളെ ഇഷ്ടമാണെന്ന് ഇവൾക്ക് അറിയില്ലേ, അതോ അറിയാത്ത ഭാവത്തിൽ അഭിനയിക്കുകയാണോ? എന്തൊരു ജീവിതമായത്. തുടർന്ന് നിധിയും സുധീഷും ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ട് സമാധാനത്തോടുകൂടി നിൽക്കുകയാണ് ഹരീഷും സുഭാഷും നികേഷും. മോളെ ചായ എടുക്കട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇപ്പൊ വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ട് ചായ കുടിക്കാം. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടുകൂടി നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, രണ്ടുപേരും പുറത്ത് ഡേറ്റിങ്ങിന് പോയിട്ട് വന്നതാണെന്നാ തോന്നുന്നത്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ഡേറ്റിങ്ങോ എന്ന് പറഞ്ഞാൽ എന്താടാ? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സുഭാഷ് ഏട്ടൻ അറിയില്ലേ? അത് ഇത് കേട്ട് നികേഷ് പറയുകയാണ്, ഹരീഷ് ഏട്ടാ പറഞ്ഞു കൊടുക്ക്. അപ്പോൾ ഹരീഷ് പറയുകയാണ്, അതെനിക്കും അറിയില്ലല്ലോ. അപ്പൊ നികേഷ് പറയുകയാണ്, ഞാൻ പറയാം, ഹരീഷ് ഏട്ടനും നീതുവും ചെയ്യുന്നില്ലേ, അതിന്റെ പേരാണ് ഡേറ്റിംഗ്. കണ്ണു തള്ളി സുഭാഷ് ചോദിക്കുന്നു, എന്താ ഹരീഷും നീതു എന്താ ചെയ്യുന്നത്? ഭയത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? ഞങ്ങളൊന്നും ചെയ്തില്ല, അവൻ വെറുതെ പറയുന്നതാ. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന രണ്ടുപേര് പുറത്തേക്ക് പോയി സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത്. പുഞ്ചിരിച്ച് സുഭാഷ് പറയുകയാണ്, നിനക്ക് എല്ലാം അറിയാലോ. അവൾ നികേഷ് പറയുകയാണ്, ഇതെല്ലാം അറിഞ്ഞില്ലെങ്കിലാണ് തെറ്റ് സുഭാഷ് ഏട്ടാ. ഈ സമയം വിഷമത്തോടുകൂടി അവിടേക്ക് വന്നിരിക്കുകയാണ് സുധീഷ്. എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. എന്തു പറ്റിയുടെ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, പനിയുണ്ടോ? അങ്ങനെ സുധീഷിന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ് സുഭാഷ്. പനിയൊന്നും ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, രണ്ടുപേരും ഡേറ്റിങ്ങിന് പോയിട്ടല്ലേ വന്നത്, പിന്നെന്താ? അങ്ങനെയൊന്നും ഇല്ലടാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? രണ്ടുപേരും വഴക്ക് വല്ലതും ഉണ്ടാക്കിയോ? അപ്പൊ സുധീഷ് പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ, ചെറിയ തലവേദനയുണ്ട്. ഇതിട്ട് സുഭാഷ് ചോദിക്കുന്നു, തലവേദനയുണ്ടോ? ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ? അതൊന്നും വേണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ സംശയത്തോടു കൂടി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഹരീഷ്. തുടർന്ന് അവിടേക്ക് വന്ന നിധി സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ സുധീഷ് വിഷമത്തോടുകൂടി നിധിയെ ശ്രദ്ധിക്കുകയാണ്. ശേഷം രാത്രി ഉറങ്ങാതെ കിടക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, ഇന്ന് വീട്ടിൽ വന്നത് മുതൽ സുധീഷ് ഏട്ടാ മൗനമായിട്ടിരിക്കുകയാണല്ലോ, ചോദിച്ചാലൊന്നും പറയുന്നുമില്ല. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എടാ, അവന് തലവേദനയാണെന്ന് പറഞ്ഞില്ലേ, അവൻ നന്നായി ഭക്ഷണം പോലും കഴിച്ചില്ല. സുധീഷ്, നിനക്ക് ഇപ്പോഴും തലവേദന ഉണ്ടോടാ? ഒരു ഗുളിക കഴിക്കുന്നോ? അപ്പൊ സുധീഷ് പറയുന്നു, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ,
സംശയത്തോടു കൂടി നികേഷ് ചോദിക്കുന്നു. സുധീഷ് ഏട്ടാ, ഇന്ന് ഡേറ്റിങ്ങിന് പോയില്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏട്ടത്തി പറഞ്ഞ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോയില്ലേ സുധീഷ് ഏട്ടൻ? അല്ലെങ്കിൽ ഏട്ടത്തി ചോദിച്ച എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് കാണില്ല. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുകയാണ്. മനുഷ്യന്റെ സമാധാനം കളയാതെ കിടന്നുറങ്ങടാ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്. എന്തോ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ സുധീഷ് ഏട്ടൻ ഇങ്ങനെ കിടക്കില്ല. എന്താന്ന് പറ, ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്. ഞാനും ഉറങ്ങിയിട്ടില്ലല്ലോ, കണ്ണടച്ചു കിടന്നാൽ ഉറങ്ങുകയാണെന്നാണോ അർത്ഥം? ഇത് കേട്ട് ഹരീഷ് ഒന്നും മിണ്ടാതെ കിടക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു. എടാ, എന്തു പറ്റിയടാ? എന്തെങ്കിലും പറഞ്ഞാലല്ലേ അറിയുകയുള്ളൂ. സുഭാഷ് ഏട്ടാ അതെന്ന് പറഞ്ഞ് സുധീഷ് വിഷമത്തോടുകൂടി കിടക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന സുഭാഷ് ചോദിക്കുന്നു. സുധീഷ്, എന്താടാ, നീ കാര്യം പറ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറ. അപ്പോൾ സുധീഷ് പറയുകയാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ വിഷമിച്ച് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? ഒന്നും ചെയ്യില്ലല്ലോ, പിന്നെന്താ വലിയ സ്നേഹത്തിൽ ചോദിക്കുന്നത്? തോളിൽ കൈവച്ച് ഹരീഷ് പറയുന്നു. സുധീഷ് ഏട്ടാ, എന്താണെന്നൊന്ന് പറയടാ സുധീഷ് എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്. അവൾ എന്നെ പുറത്തു കൊണ്ടുപോയിട്ട് എന്താ ചോദിച്ചെന്നറിയുമോ? ഡിവോഴ്സ് വേണമെന്ന്. അവൾക്ക് വിവാഹമോചനം വേണമെന്ന്. ഇപ്പൊ മനസ്സിലായോ? അതിന് അവൾ എന്നെ തനിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്താ പെട്ടെന്ന് ഡിവോഴ്സ് ചോദിക്കുന്നതെന്നാ ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്. പെട്ടെന്നൊന്നും അല്ല മാഡത്തിന്, അതൊരു കല്യാണം അല്ലല്ലോ. ഞാനും അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണമെന്ന്. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു. എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? സുഭാഷ് ഏട്ടൻ അനിയത്തിയുടെ ഭാഗത്തുനിന്ന് വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ നികേഷ് ചോദിക്കുകയാണ്. സുധീഷ് ഏട്ടാ, അപ്പൊ ഏട്ടത്തി ഇവിടുന്ന് പോകുമോ? കൈകൊട്ടി സുധീഷ് പറയുന്നു. സൂപ്പറടാ, നിനക്ക് എന്റെ കാര്യത്തിൽ വിഷമമില്ല. നിനക്ക് അവള് ഇവിടുന്ന് പോകരുത്, ഇവിടെ തന്നെ ഉണ്ടാകണം അവള്. എന്റെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ അങ്ങനല്ല പറഞ്ഞത് സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്. എടാ, നിധി ഇവിടെ ഉണ്ടെങ്കിലല്ലേ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒരുമിക്കൂ. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും നിധി ഇവിടുന്ന് പോകാൻ പാടില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്. അവക്ക് ഡിവോഴ്സ് വേണം, പക്ഷെ ഞാൻ അവക്ക് ഡിവോഴ്സ് കൊടുക്കില്ല. അവളെ എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അവൾ എന്റെ ഭാര്യയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകില്ല. ഞാൻ അവളെ സംരക്ഷിക്കുന്നത് പോലെ മറ്റാർക്കും അവളെ സംരക്ഷിക്കാൻ കഴിയില്ല. അവൾ എന്ത് ചോദിച്ചാലും അവക്ക് വേണ്ടി ഞാനത് ചെയ്തു കൊടുക്കും. പക്ഷെ അത് അവള് മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു ദിവസം ഞാൻ അവളെ അത് പറഞ്ഞു മനസ്സിലാക്കും. അവളാണ് എനിക്ക് എല്ലാം എന്ന്. അത്ര ഈസി ആയിട്ടൊന്നും അവക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കോ, 6 മാസത്തിനുള്ളിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യും. പ്രപ്പോസ് ചെയ്യിപ്പിക്കും ഞാൻ. 6 മാസം കൊണ്ട് ഞാൻ അവളെ മാറ്റിയെടുക്കും. ഇത് കേട്ട് എല്ലാവരും സുധീഷിനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ? ഈ സുധീഷിന് മറ്റാരെക്കാട്ടിലും എന്നെ വിശ്വാസമാ. എന്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ട്. എനിക്ക് അവളെ എത്ര ഇഷ്ടമാണ്. അവക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നൊന്നും അവക്ക് മനസ്സിലാകുന്നില്ല. സാരമില്ല, അതെല്ലാം എനിക്കറിയാലോ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. എന്നിൽ നിന്നും അവൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ 6 മാസത്തിനുള്ളിൽ അവൾ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കും. നിങ്ങൾ അത് കണ്ടു. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് സുധീഷ് ഉറങ്ങാനായി കിടക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടു കൂടി സുധീഷിന്റെ അരികിലേക്ക് കിടക്കുകയാണ്. സുധീഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്. നീ പേടിക്കണ്ടടാ, അവള് ഡിവോഴ്സാ ചോദിച്ചിരിക്കുന്നത്. വീട് വിട്ടു പോകുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ ഏട്ടത്തി സുഭാഷ് ഏട്ടന്റെ അനുജത്തി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അവൾ എന്നിൽ നിന്ന് മാത്രമാണ് ഡിവോഴ്സ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരും പേടിക്കണ്ട, സമാധാനത്തോടെ ഉറങ്ങിക്കോ. അതല്ല സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്. നീ ഒന്നും പറയണ്ട നികേഷ്, മിണ്ടാതെ കിടന്നുറങ്ങ്. അങ്ങനെ സുധീഷ് മൂടി പുതച്ചു കിടക്കുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും വിഷമത്തോടു കൂടി ആലോചിച്ച് ഉറങ്ങാതെ കിടക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്